ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിക്കാഹ് ദുപ്പട്ടയുടെ ട്യൂട്ടോറിയലാണ്. ആദ്യം തന്നെ അതിൻ്റെ നെയിം എഡിറ്റ് ചെയ്യണത് കാണിച്ചു തരാം. ഇതേപോലെ ഒരു ആപ്പ് ഞാൻ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. അറബിയിൽ ബിത്താഖത്തി എന്നാണ് അതിൻ്റെ നെയിം വരുന്നത്. ശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിം അതിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം പിന്നെ അതിൽ ആ നെയിമിന് ഡബിൾ ടാപ്പ് ചെയ്താൽ പല ഫോണ്ടുകൾ വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് അത് മാക്സിമം സൈസ് വലുതാക്കി കൊടുക്കുക. പിന്നെ അത് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഫുൾ ഫിറ്റിൽ എടുക്കാൻ പറയുക, അല്ലെങ്കിൽ വൈറ്റ് പോർഷൻ തീരെ വേണ്ടാന്ന് പറയുക. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ട് ഫുള്ള് വലുതാക്കിയിട്ട് എടുത്തു തരും. ഞാനിത് പ്രിൻ്റ് എടുക്കാറ് A3 സൈസിലാണ്. ലേസർ പ്രിൻ്റാണ് എടുക്കൽ 30 രൂപയുടെ. വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. 2-3 പേര് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് നെറ്റ് എത്ര വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് 2ാമത്തെ വർക്കാണ് കേട്ടോ. 2 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. തുണി മീൻസ് നെറ്റ്. അതേപോലെ 2 മീറ്റർ തന്നെ അതിൻ്റെ ലേസും ഹാങ്ങിങ് ലേസ് എടുത്തത്. ഫുള്ളി കസ്റ്റമറുടെ ഇഷ്ടപ്രകാരമാണ് കേട്ടോ നെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞ സിൽവർ കളർ മതിയെന്നായിരുന്നു. പിന്നെ ഫോട്ടോയിൽ ഷോ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഗ്ലിറ്റർ ഒന്ന് ഗോൾഡാക്കിയെന്ന് മാത്രം. നെറ്റിന് വരുന്നത് 40 രൂപയും അതേപോലെ ലേസിന് വരുന്നത് 100 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ 2 മീറ്റർ നെറ്റും 2 മീറ്റർ ലേസും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത് ചെയ്യലൊരു ടേബിളിൻ്റെ മേലെ നെറ്റ് ഇട്ടിട്ടാണ്. ആദ്യം പ്രിൻ്റ് ബാക്കിൽ 4 സൈഡിലും 2 സൈഡ് ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം ടേബിളും ഒട്ടിച്ച് വെക്കലുണ്ട്. എന്നിട്ട് പിന്നെ 2 സൈഡും കറക്റ്റ് അളവ് നോക്കിയിട്ട് ഈ നെറ്റ് അതിൻ്റെ മേലെ ഇടും. നെയിം ഗ്ലൂ കൊണ്ട് എഴുതുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ കൈമേലൊന്നും പിടിക്കാതെ നോക്കണം. എന്താ വെച്ചാൽ പിന്നീട് അത് നമ്മുടെ കൈ വേറെ എവിടെയെങ്കിലും തട്ടുമ്പോൾ അവിടെയൊക്കെ മിനുക്കായി ഉണ്ടെങ്കിൽ പിന്നെ അത് അവിടെ ഒട്ടിപ്പിടിക്കും. പിന്നെ എൻ്റെ കയ്യിൽ ഫെവിക്രിൽ ഇല്ലാത്ത കാരണം ഞാനിവിടെ കുറേ ഷോപ്പിൽ ചോദിച്ചപ്പോൾ കിട്ടിയില്ല. പിന്നെ ഞാൻ പോയപ്പോൾ മേടിക്കാൻ മറക്കുകയും ചെയ്തു. അതുകൊണ്ട് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത് കേട്ടോ. ഫെവിക്കോൾ വെച്ചാലും കുഴപ്പമൊന്നും തോന്നണില്ല, അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഗ്ലിറ്ററൊക്കെ ഗമ്മ് തേച്ചിട്ട് ഗ്ലിറ്റർ ഇട്ടതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ ശേഷം പിന്നെ നമുക്ക് അതൊന്ന് ആ ബാക്കിലത്തെ ഷീറ്റുമെന്നൊന്ന് അടർത്തിയെടുക്കുക. എന്നിട്ട് വല്ല ചെയറിൻ്റെ മേലെ എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടുകയാണെങ്കിൽ അത് ഉണങ്ങി കിട്ടും. ഒരിക്കലും ടേബിളിൻ്റെ മേലൊന്നും ഇടരുത്. അപ്പോൾ പിന്നെ ഗമ്മ് ബാക്കിലുള്ളത് പരക്കും, അങ്ങനെ അത് കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫൈനൽ റിസൾട്ട് വരുന്നത് ഇങ്ങനെയാണ്. അതുപോലെ നെറ്റിമ്മ നെയിം എഴുതുമ്പോൾ ലേസിൻ്റെ 4 ഇഞ്ച് വിട്ടിട്ടാണ് നെയിം എഴുതേണ്ടത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ബൈ.